ലാൽ വളരെ സജീവമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മീഡിയയിൽ ഇടുന്നുണ്ട്. അതിൻ്റെ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ അലേർട്ടാണ്. ജയറാം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ആന്ധ്രയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുക ഒരു കന്നഡയും പടവും തെലുങ്ക് പടവും മാറി മാറി ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ദിവസം. 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാനും കണ്ടു. കാരണം ഇന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഇന്ന് കണ്ട പ്രേക്ഷകരോടെല്ലാം ചോദിച്ച സമയത്ത് ഇന്ന് ശരിക്കും തിയേറ്ററിൽ ഇതൊക്കെ ചിത്രങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇത് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു സിനിമ വീണ്ടും സ്ക്രീനിൽ കാണുന്നത്? അല്ല, നമ്മൾ ഈ ദേവദൂതൻ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് എൻക്വയറീസ് ആൾക്കാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇവർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്നൊരു സിനിമയാണെന്നുള്ളൊരു അവരുടെ ഒരു എന്താണ് ഡിസ്കഷനൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അന്ന് ആ സിനിമ ഉണ്ടായിരുന്നൊരു ക്വാളിറ്റി അതിനേക്കാൾ മികവോടെ ഇന്ന് ഈ 4K അറ്റ്മോസ്ഫിയർ ഒരു സാങ്കേതികമായ എല്ലാ ബുദ്ധിമ കലർന്ന ചേരുവകളോട് എത്തുമ്പോൾ ഇപ്പം കണ്ടിറങ്ങിയ പലരും നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇത് അന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അത് ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചൊരു സിനിമ പോലെ തോന്നുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പഴമ ഒരിക്കലും തോന്നുന്നില്ല. അതിൻ്റെ തീമിലായാലും അതിൻ്റെ മ്യൂസിക്കലായാലും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇവരൊക്കെ 5-6 വയസ്സുള്ള സമയത്ത് അഭിനയിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ ഇപ്പം എബവ് 30s ആയി കഴിഞ്ഞവരുടെയൊക്കെ. അപ്പം ആ ഒരു ജനറേഷന് ഇവരെക്കാളും പുറകിൽ വന്നൊരു ജനറേഷൻ ഉണ്ട്. നമ്മൾ 2000-ന് ശേഷം അല്ലെങ്കിൽ 1997 ശേഷം 98-ന് ശേഷം ഉണ്ടായ ഒരു തലമുറ ഇത് തിയേറ്ററിൽ വന്നിപ്പോൾ കാണുന്നു എന്നുള്ളൊരു ഭാഗ്യമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഇവരെല്ലാവരും തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരെല്ലാം അല്ലാതെ നമ്മളോട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലാൽ വളരെ സജീവമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മീഡിയയിൽ ഇടുന്നുണ്ട്. അതിൻ്റെ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ അലേർട്ടാണ്. ജയറാം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ആന്ധ്രയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുക ഒരു കന്നഡയും പടവും തെലുങ്ക് പടവും മാറി മാറി ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. സുരേഷിനെ നമുക്കറിയാമല്ലോ, പൊളിറ്റിക്കലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് സുരേഷ്. ലാൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ കോൺടാക്റ്റിലുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. മഞ്ജു ഇതിൻ്റെ നമ്മളുടെ ഒരു ലോഞ്ച് സമയത്ത് മഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവരെല്ലാവരും നമ്മുടെ ഈ ഒരു റിലീസിനോട് കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മണിയായാലും സുകുമാരി ചേച്ചിയായാലും ഗിരീഷ് പത്തഞ്ജലിയൊക്കെ. നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഗിരീഷ് പത്തഞ്ജലി ഓർക്കും. ഈ സിനിമയിൽ ഓരോ തമാശരംഗങ്ങളും കാണുമ്പോൾ മണിയൊക്കെ എന്തുമാത്രം നമുക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ ഓരോരുത്തരും അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നതിൽ എന്തുമാത്രം സന്തോഷത്തോടെ ഈ വേദിയിൽ അവരൊക്കെ ഉണ്ടാകും. സുകുമാരി ചേച്ചിയായാലും അഗസ്റ്റിൻ പോലും അങ്ങനെ ഒരു സീനിൽ അഭിനയിച്ചതാണ് അഗസ്റ്റിൻ. പക്ഷേ അവരെല്ലാവരും നമ്മളുടെ ഒരു ടീമായിട്ടാണ് ഉണ്ടായിരുന്നുള്ളതിൽ ഇവരെയൊക്കെ നമുക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഈ ഒരു ജനറേഷൻ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കിന് വേണ്ടിയാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്. അത് ഈ വരും ദിവസങ്ങളുണ്ടാവും.